പ്രൈസ് ദി ലോർഡ്. ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രഭാതം കൂടി കാണുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിച്ചല്ലോ. ഈ 9-ാം തീയതി ഈ ഞായറാഴ്ച ഈ പ്രഭാതത്തിൽ പ്രഭാത മന്നയിലേക്ക് ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം എഫെസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യമാണ്. അത് ഇപ്രകാരം വായിക്കുന്നു: കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. തലക്കെട്ടായിട്ട് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് കൃപയിലൂടെ അനുസരണം. കൃപയിലൂടെ അനുസരണം. നമുക്ക് ഈ ലോകത്തിൽ യഥാർത്ഥമായിട്ടുള്ളൊരു ആത്മീയ ജീവിതം നയിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപയില്ലാതെ സാധ്യമല്ല. യഥാർത്ഥമായിട്ടുള്ള ക്രിസ്തീയ ജീവിതം, ആത്മീയ ജീവിതം നയിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൃപ ഉണ്ടായേ മതിയാകുകയുള്ളൂ. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നാം ജീവിക്കണമെങ്കിൽ കൃപ അത്യാവശ്യമാണ്. ആ കൃപയുണ്ടെങ്കിൽ മാത്രമേ ദൈവ കൽപ്പനകൾ അനുസരിച്ച് ദൈവഹിതപ്രകാരം പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ട് നമുക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നമ്മുടെ പ്രവൃത്തികളല്ല കാരണം, ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് നാം അനുഭവിക്കുന്ന സകലതും ദൈവത്തിന്റെ ദാനമാണ്. നമ്മുടെ നീതിപ്രവർത്തികൾ മുഖാന്തരം നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. കാരണം വചനം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി കളഞ്ഞുവെന്ന്. നമ്മുടെ നീതിപ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണി പോലെയാണ്. സ്തോത്രം. അഥവാ വെയിലത്ത് വാടുന്ന ഇല പോലെയാകുന്നു. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ മുഖാന്തരം നമുക്കാർക്കും രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല. അതിന്റെ 9-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു, എഫെസ്യ ലേഖനം 2:9: ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവർത്തികളും കാരണമല്ല. നാം എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്താലും സ്തോത്രം, അതുകൊണ്ട് രക്ഷിക്കപ്പെടുകയില്ല. നാം രക്ഷിക്കപ്പെടുന്നത് ക്രിസ്തുവിൽ കൂടി മാത്രമേ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ. 10-ാം വാക്യം വായിക്കുന്നു, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അവൻ ക്രിസ്തുവിലായ ഒരു പുതിയ സൃഷ്ടി. അത് ആ പുതിയ സൃഷ്ടിയെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് സൽപ്രവൃത്തികൾക്ക് വേണ്ടിയാണ്. അവയെ ദാനധർമ്മങ്ങൾ നാം ചെയ്യുക. അവയെ അവസരം കിട്ടുമ്പോൾ അതേ സ്തോത്രം നാം സൽപ്രവൃത്തികൾ ചെയ്യുക, അർഹതപ്പെട്ടവരെ സഹായിക്കുക. ഇതിനൊക്കെയാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്ന. സ്തോത്രം. കൊലോസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 10-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം: നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകും വണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു പറയണം എന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച്
ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ദിനം പ്രതി നാം വളരുമാറാകണം. സ്തോത്രം. ആമേൻ. വീണ്ടും 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തില് ഇപ്രകാരം വായിക്കുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യം: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇത് അത് പുതുതായി തീർന്നിരിക്കുന്നു. ആമേൻ. നാം ക്രിസ്തുവിലാകുമ്പോൾ നാം പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി. പഴയ ആചാരങ്ങള്, കർമ്മങ്ങള്, അനുഷ്ഠാനങ്ങള്, നമ്മുടെ പ്രവൃത്തികളൊക്കെയും കഴിഞ്ഞു പോകുവാൻ ഇടയായിത്തീരും. നാം പുതിയ സൃഷ്ടിയായിത്തീരുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഫിലിപ്പിയ ലേഖനം അതിന്റെ 2-ാം അധ്യായം 13-ാം വാക്യത്തില് ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. അത് ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. സ്തോത്രം. എബ്രായ ലേഖനം അത് 13-ാം അധ്യായം 21-ാം വാക്യം: നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മളിൽ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. അതെ, നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം. ദൈവത്തെ തിരി ഇഷ്ടം ചെയ്തിട്ട് ദൈവത്തിന്റെ സ്തോത്രം സ്വഭാവത്തോട് അനുരൂപമായി നാം പുതിയ മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ട് ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ ഇടയാകണം. ഇതിനായിട്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്തോത്രം. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തില് ഇപ്രകാരം വായിക്കുന്നുണ്ട്. 24-ാം വാക്യം. എഫെസ്യ ലേഖനം 4:24: സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അതെ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ആരെങ്കിലും ഈ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ല എങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അതെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവ കൽപ്പനകൾ 10 അനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവാം ദൈവമേ, ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ നയിച്ചുകൊണ്ട് ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ ഏവരെയും സഹായിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പിതാവേ, ആരെങ്കിലും കർത്താവേ അങ്ങയെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചില്ല എങ്കിൽ അങ്ങയെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ അങ്ങ് സഹായിക്കുമാറാകണം എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയ സ്തോത്രം കർത്താവായ യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കുമാറാകട്ടെ. ആമേൻ. ഒരു നല്ല ദിവസം നേരുന്നു. ആമേൻ.